മാവുങ്കാലിൽ NH-66 അണ്ടർപാസേജ് അനുവദിക്കണമെന്നും ഹൈവേക്ക് വേണ്ടി ഏറ്റെടുത്ത മുഴുവൻ സ്ഥലവും റോഡിനു വേണ്ടി ഉപയോഗിക്കണമെന്നും ആവശ്യപ്പെട്ട് BJP അജാനൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനിശ്ചിതകാല റിലേ സത്യാഗ്രഹം ആരംഭിച്ചു. മുൻ കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വേണുഗോപാലൻ നമ്പ്യാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. മാവുങ്കാലിൽ NH-66 അണ്ടർപാസേജ് അനുവദിക്കുക, ഹൈവേക്ക് വേണ്ടി ഏറ്റെടുത്ത മുഴുവൻ സ്ഥലവും റോഡിനു വേണ്ടി ഉപയോഗിക്കുക, പൊതുസ്ഥലം കയ്യേറ്റം ഒഴിപ്പിക്കുക, മാവുങ്കാൽ ഭാഗത്ത് കാസർഗോഡ് ജംഗ്ഷൻ മുതൽ പാണത്തൂർ ജംഗ്ഷൻ വരെ 9 മീറ്റർ വീതിയിൽ സർവീസ് റോഡ് നിർമ്മിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് BJP അജാനൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് അനിശ്ചിതകാല റിലേ സത്യാഗ്രഹം ആരംഭിച്ചത്. സാംസ്കാരിക ആധ്യാത്മിക പ്രവർത്തകനും മുൻ കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാനുമായ വേണുഗോപാലൻ നമ്പ്യാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഏതായാലും വൈകിയെന്ന് വിചാരിക്കാതെ ഇനിയെങ്കിലും അങ്ങോട്ടുള്ള പ്രവർത്തനം വളരെ ഒത്തൊരുമിച്ച് മുന്നോട്ട് നീങ്ങിയാൽ തീർച്ചയായും നമുക്ക് ഉദ്ദേശിക്കുന്ന ഫലം ലഭിക്കുമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഈ സന്ദർഭത്തിൽ ഞാൻ ഒരു കാര്യം ഓർത്തു പോവുകയാണ്. പ്രശസ്ത നിരൂപകനും സാഹിത്യകാരനും ഒക്കെ ആയിരുന്ന എല്ലാവർക്കും അറിയാവുന്ന ശ്രീ സുകുമാർ അഴീക്കോട് എക്സ്പ്രസ് ഹൈവേ വരുന്ന അവസരത്തിൽ പറയുകയുണ്ടായി, കേരളം രണ്ടായി വിഭജിക്കപ്പെടുമെന്ന്. ഇന്ന് അക്ഷരാർത്ഥത്തിൽ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. BJP അജാനൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പ്രസാദ് മിഥില ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. BJP ജില്ലാ സെക്രട്ടറിമാരായ A. വേലായുധൻ, M. ബൽരാജ്, BJP കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡന്റ് M. പ്രശാന്ത് സൗത്ത്, BMS ജില്ലാ സെക്രട്ടറി KV ബാബു, ജില്ലാ വൈസ് പ്രസിഡന്റ് ഭരതൻ കല്യാൺ റോഡ്, BJP ജില്ലാ കമ്മിറ്റി അംഗമായ രവീന്ദ്രൻ മാവുങ്കാൽ, വ്യാപാരി വ്യവസായി മാവുങ്കാൽ യൂണിറ്റ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ വട്ടക്കുണ്ട്, BMS നേതാക്കളായ സുനിൽ വാഴക്കോട്, ഗിരീഷ് കാട്ടുകുളങ്ങര, വ്യാപാരി വ്യവസായി സംഘ് നേതാവ് അനന്തൻ പള്ളോട്ട്, BJP നേതാവ് പ്രദീപൻ മാവുങ്കാൽ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് ജനറൽ സെക്രട്ടറി ജുഗേഷ് മാവുങ്കാൽ തുടങ്ങിയവർ സംസാരിച്ചു. BJP മണ്ഡലം സെക്രട്ടറി വൈശാഖ് മാവുങ്കാൽ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.